പാസ്റ്റ് ടെൻസിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. പാസ്റ്റ് ടെൻസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4. വാട്ട് ആർ ദേ? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റഡ് ആക്ഷൻസ് ഓർ ഈവൻറ്റ്സ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ആക്ഷൻസ് പറയുന്നത് എപ്പോഴും സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. ജസ്റ്റ് സിംപ്ലി മെൻഷൻ ദ കംപ്ലീറ്റഡ് ആക്ഷൻസ്. അതാണ് നമ്മൾ കംപ്ലീറ്റഡ് ആക്ഷൻസിനെ സിമ്പിളായിട്ട് പറയുന്നത് ഏതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഫോം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 ആണ്. അതാണ് ഫസ്റ്റ് വേണ്ടത്. സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരിക്കണം? V2 ആയി. അതായത് വേർബിൻ്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ എന്താണ് വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ED ചേർത്തതായിരിക്കാം. പാസ്റ്റ് ടെൻസ് ED ചേർത്ത് പറയുന്ന അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ED ചേർത്ത് പറയുന്ന പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ED ചേർത്ത് പറയുന്ന വേർബ്സിനെ നമ്മൾ എന്താ പറയാറുള്ളത്? റെഗുലർ വേർബ്സ് എന്നാണ്. ഈ ED ഇല്ലാത്ത പാസ്റ്റ് ടെൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കും. അതിനെ ഇറഗുലർ വേർബ്സ് എന്ന് പറയും. അപ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് ഉള്ള ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ദെൻ V2 ഫോം ആയിരിക്കണം, വേർബിൻ്റെ V2 ഫോമിൽ, പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കാം. പിന്നെ ഒരു സെൻറ്റൻസിൽ നമ്മൾക്കൊരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടെൻസാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കീവേഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് കണ്ടിട്ട് അത് നമുക്ക് സിമ്പിൾ പാസ്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ള കീവേഡ് ഒന്നല്ലെങ്കിൽ അതിൽ യെസ്റ്റർഡേ എന്ന് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ്, അതായത് ലാസ്റ്റ് നൈറ്റ് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രി, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ഇങ്ങനെ പോവാം. അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻ 2005 അല്ലെങ്കിൽ ഇൻ 2005 നവംബർ 14th, അങ്ങനെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ 2 days ago, 2 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2 years ago, 2 weeks ago ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ സെൻറ്റൻസ് എന്താണ് തീരുമാനിക്കാം, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഏതൊക്കെ വരണം? യെസ്റ്റർഡേ ഉണ്ടാവാം, ലാസ്റ്റ് നൈറ്റ് ഉണ്ടാവാം, ലാസ്റ്റ് വീക്ക് ആവാം, ലാസ്റ്റ് ഇയർ ആവാം, ലാസ്റ്റ് മന്ത് ആവാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഇയറോ ഡേറ്റോ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ലെഗോ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അത് ഏതിലാണ്? സിമ്പിൾ പാസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ പറഞ്ഞാൽ എന്താണ്? ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു എന്നുള്ളതാണ്. അവിടെ യെസ്റ്റർഡേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹി പ്ലേഡ് ക്രിക്കറ്റ് വെൻ ഹി വാസ് യങ്. അവൻ ക്രിക്കറ്റ് കളിച്ചു എപ്പോൾ? വെൻ ഹി വാസ് യങ്, അവൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ. ഐ വാച്ച്ഡ് TV യെസ്റ്റർഡേ. ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ദേ പ്ലേഡ് ലാസ്റ്റ് സൺഡേ, അല്ലെ ദേ പ്ലേഡ് ക്രിക്കറ്റ് ലാസ്റ്റ് സൺഡേ. എന്നാണ് അവർ ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ക്രിക്കറ്റ് കളിച്ചത്. ഹി എയ്റ്റ് പിസ്സ ഫോർ ഡിന്നർ. അവന് ഡിന്നറിന് വേണ്ടിയിട്ട് പിസ്സയാണ് കഴിച്ചത്. വി വിസിറ്റഡ് അവർ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് സമ്മർ. ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കഴിഞ്ഞ സമ്മറിലാണ് വിസിറ്റ് ചെയ്തത് എന്ന്. ദെൻ നെഗറ്റീവ് സെൻറ്റൻസസ് എങ്ങനെ പറയാം? എങ്ങനെയാണ്? ഐ ഡിഡ് നോട്ട് വാച്ച് TV യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ TV വാച്ച് ചെയ്തില്ല. നമ്മൾ ഈ വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാച്ച് പ്ലസ് ED അല്ലേ വാച്ച്ഡ്. ഡിഡ് പ്ലസ് വാച്ചാണ് വാച്ച്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നെഗറ്റീവിലാക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യുക? ആ ഡിഡിനെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. ഐ ഡിഡ് നോട്ട് വാച്ച് TV യെസ്റ്റർഡേ. ഷീ ഗോ ടു ദ, അല്ലേ, ഷീ വെൻ ടു ദ മാർക്കറ്റ് എന്നായിരിക്കും. അതിനെ നെഗറ്റീവ് ആക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെ പറയുന്നുണ്ട്? ഷീ ഡിഡിൻ ഗോ ടു ദ മാർക്കറ്റ്. അവൾ മാർക്കറ്റിൽ പോയില്ല.
ദേ ഡിഡിൻ പ്ലേ ക്രിക്കറ്റ് ലാസ്റ്റ് സൺഡേ അല്ലേ. നമുക്ക് ആദ്യം എഴുതിയത് ദേ പ്ലേഡ് ക്രിക്കറ്റ് ലാസ്റ്റ് സൺഡേ എന്നുള്ള നെഗറ്റീവ് ആക്കുമ്പോൾ ദേ ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ് ലാസ്റ്റ് സൺഡേ. അതുപോലെ ഹി എയ്റ്റ് പിസ്സ ഫോർ ഡിന്നർ എന്നാണ് നമ്മൾ മുമ്പത്തേതിൽ പറഞ്ഞത്. അതിന് നെഗറ്റീവിലാക്കുമ്പോൾ എങ്ങനെ പറയണം? എയ്റ്റിനെ ഡിഡ് പ്ലസ് അല്ലെങ്കിൽ ഈറ്റാണ് എയ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഡിഡ് നോട്ട് എന്നാക്കുക ആദ്യം. ഹി ഡിഡ് നോട്ട് ഈറ്റ് പിസ്സ ഫോർ ഡിന്നർ. അതുപോലെ വി വിസിറ്റഡ് അവർ ഗ്രാൻഡ് പാരൻറ്റ്സ് ലാസ്റ്റ് സമ്മർ എന്നുള്ളതിനെ വിസിറ്റഡിനെ നമ്മൾ എന്ത് ചെയ്യുക? വിസിറ്റും ഡിഡും വിസിറ്റും കൊണ്ട് മാറ്റുക അല്ലേ. അപ്പോൾ വി ഡിഡിൻറ്റ് വിസിറ്റ് അവർ ഗ്രാൻഡ് പാരൻറ്റ്സ് ലാസ്റ്റ് സമ്മർ. അതുപോലെ ഇത് ക്വസ്റ്റ്യൻ രൂപത്തിലാക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആദ്യം ഡിഡ് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് ഫസ്റ്റ് വരണം. WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതായത് വോട്ടോ വേറോ വെന്നോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓക്സിലറീസിലായിരിക്കാം ഉണ്ടാവുക. ഓക്സിലറി വേർബ്സിന് ആദ്യം പുറത്തേക്ക്. അതിൽ ഓക്സിലറി ഏതാണ്? ഡിഡാണ്. ഡിഡിനെ ആദ്യം കൊണ്ടുവരിക. ഡിഡ് യു വാച്ച് TV യെസ്റ്റർഡേ. ഡിഡ് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് വരണം, എന്നിട്ടാണ് അതിൻ്റെ വേർബ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഡിഡ് യു വാച്ച് TV യെസ്റ്റർഡേ? ഡിഡ് ഷീ ഗോ ടു ദ മാർക്കറ്റ്? ഡിഡ് ദേ പ്ലേ ക്രിക്കറ്റ് ലാസ്റ്റ് സൺഡേ? Did he eat pizza for dinner? Did we visit our grandparents last summer? Did അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് എന്നാലും നെഗറ്റീവ് സെൻറ്റൻസുകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലുള്ളതൊന്നും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ അധികം വരാറില്ല. നമുക്ക് ഡയറക്റ്റ് ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിലെ എന്താണോ മിസ്റ്റേക്ക് എന്നെങ്കിൽ അതിനെ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ചെയ്താൽ മതി നമ്മൾ. അല്ലെങ്കിൽ അതിൻ്റെ തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു. സിമ്പിൾ പാസ്റ്റിലാകുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം നമ്മളത് പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് സിംഗുലർ ആണോ അല്ലെങ്കിൽ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓൾസോ കോൾഡ് പാസ്റ്റ് പ്രോഗ്രസീവ് അല്ലേ. കണ്ടിന്യൂസിനെ നമ്മൾ പ്രോഗ്രസീവ് എന്നൊരു വേർഡും കൂടി ഉപയോഗിക്കുന്നത്. ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഇൻ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. എന്താണ്? പാസ്റ്റിലെ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്ന ആക്ഷനെ ആ സമയത്ത് ഞാൻ ഇന്നത് ചെയ്യുകയായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ വായ്പിൽ ഞാൻ അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് അത് ചെയ്യുകയായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഒരു ടൈമിൽ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്ന ആക്ഷൻ പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കാറ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്താണ് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കണം ആ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ING ഫോമിലായിരിക്കണം. സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് ഉപയോഗിക്കണം. അതായത് സബ്ജക്റ്റ് ഷീ ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം, സബ്ജക്റ്റ് ഹീ ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം, സബ്ജക്റ്റ് ഇറ്റ് ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ പേരിപ്പോൾ റാം അല്ലെങ്കിൽ സീത അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ആളുടെ പേരാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാസ് ഉപയോഗിക്കാം. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർ ഉപയോഗിക്കുക കേട്ടോ. ഇനി സബ്ജക്റ്റ് ഐ ആണെങ്കിലും വാസാണ് വരിക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർ ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ വേർബ്, അത് കഴിഞ്ഞാൽ ING. ഐ വാസ് റീഡിങ് എ ബുക്ക്. ഞാൻ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അറ്റ് 7 PM യെസ്റ്റർഡേ ഐ വാസ് കുക്കിംഗ് ഡിന്നർ. ഇന്നലെ രാത്രി 7 മണിക്ക് ഞാൻ ഡിന്നറിനുള്ളത് കുക്ക് ചെയ്യുമായിരുന്നു. വൈൽ ഐ വാസ് സ്റ്റഡിയിങ് മൈ സിസ്റ്റർ വാസ് ലിസണിങ് ടു മ്യൂസിക്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യായിരുന്നു? പാട്ട് കേൾക്കുകയായിരുന്നു. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ വൈൽ ഹി വാസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. അവൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലെറ്റർ എഴുതുകയായിരുന്നു.
അങ്ങനെ പാസ്റ്റിലൊരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ആക്ഷനെ മെൻഷൻ ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. എന്തായിരിക്കണം? V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നമ്മൾ പറയില്ലേ വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. ആദ്യത്തെ രണ്ടാമത്തെ വാക്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസും മൂന്നാമത്തേത് പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ്. ഇനി നമ്മൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് എന്നുള്ളത് V1ഉം റോട്ട് എന്നുള്ളത് V2 ആൻഡ് റിട്ടൺ എന്നുള്ളതാണ് V3. അപ്പോൾ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുമ്പോൾ കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്ന കംപ്ലീറ്റഡ് ആക്ഷൻസ് എങ്ങനെയാണ്? പാസ്റ്റിലെ ഒരു ആക്ഷൻ നടക്കുന്നതിന് മുൻപേ നടന്ന ആക്ഷന് പറയാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പെർഫെക്റ്റ് ആകുമ്പോൾ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ്, പക്ഷേ എന്താണ് മുൻപേ നടന്നത്. അതായത് നമുക്ക് എങ്ങനെ പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പാസ്റ്റിൽ രണ്ട് ആക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന ആക്ഷനെയാണ് എന്ത് പറയുന്നത്? ആക്ഷൻ എപ്പോഴും എന്തിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. രണ്ടാമത് നടന്ന ആക്ഷൻ എന്തിലും പറയണം? സിമ്പിൾ പാസ്റ്റിലുമാണ് പറയേണ്ടത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ബൈ ദ ടൈം ഹി അറൈവ്ഡ് ഷീ ഹാഡ് ഫിനിഷ്ഡ് കുക്കിംഗ്. അപ്പോൾ അവിടെ അവൾ കുക്ക് ചെയ്യുന്നത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ അവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഇത് രണ്ടും എന്താണ്? പാസ്റ്റിൽ നടന്ന ആക്ഷനാണ്. പക്ഷെ എപ്പോഴാണ്? ബൈ ദ ടൈം ഹി അറൈവ്ഡ്, അവനവിടെ എത്തിയപ്പോഴേക്കും എന്താണ്? ഷീ ഹാഡ് ഫിനിഷ്ഡ് കുക്കിംഗ്, അവളുടെ കുക്കിംഗ് പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ ആദ്യം നടന്നത് എന്താണ്? കുക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിരുന്നു, പിന്നെയാണ് അവൻ അവിടെ എത്തിയത്. രണ്ടാമത് നടന്ന ആക്ഷൻ അവിടെ എത്തുകയും ആദ്യം നടന്ന ആക്ഷൻ എന്താണ്? അവൾ കുക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുക്ക് ചെയ്യുന്ന ആക്ഷൻ എന്താണ്? അത് കംപ്ലീറ്റ് ആയിരുന്നു. ആ ആക്ഷൻ എന്തെല്ലാം പറയണം? അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. രണ്ടാമത് നടന്ന ആക്ഷന് എപ്പോഴും എന്തിൽ പറയും വേണം? സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുന്നത്. നമുക്ക് മിക്കവാറും ഇങ്ങനെ ഒരു തെറ്റ് വരുത്താറുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് പോലും നമുക്കങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെത്തിയപ്പോഴേക്കും കുട്ടി കരഞ്ഞിരുന്നു എന്നോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നടന്ന ആക്ഷന് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നടന്ന ആക്ഷൻ എപ്പോഴും ഏതിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. രണ്ടാമത് നടന്ന ആക്ഷൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. നോക്കുക, ഐ ഹാഡ് ലെഫ്റ്റ് ദ റൂം ബിഫോർ ദ ബെൽ റാങ്. അല്ലേ, ബെല്ലടിച്ചു, പക്ഷെ ബെല്ലടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ്? എവിടെ നിന്ന് പോയി? റൂമിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഐ ഹാഡ് ലെഫ്റ്റ് ദ റൂം. അല്ലേ, ഞാൻ റൂമിൽ നിന്ന് പോയതാണ് ആദ്യം നടന്ന ആക്ഷൻ. അതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ലീവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ലെഫ്റ്റ്. ദ ഹാഡ് ഈറ്റൺ ഡിന്നർ വെൻ ഹി അറൈവ്ഡ്. അവൻ എത്തിയപ്പോഴേക്കും അവർ ഭക്ഷണം ഡിന്നർ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ദേ ഹാഡ് ഈറ്റൺ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയുന്നു. അതുപോലെ ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് സോ ഷീ പാസ്ഡ് ദ എക്സാം. അവൾ നന്നായി പഠിച്ചു, അതുകൊണ്ട് അവൾ എക്സാം പാസ്സായി എന്നുള്ളത് മുൻപ് നടന്ന സംഭവമാണ്. എന്നാൽ അവൾ പഠിച്ചത് മുൻപ് നടന്ന, അതിലാദ്യം സംഭവം നടന്നത് ഏതായിരുന്നു? പഠിക്കലായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്തിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ. അതുകൊണ്ടാണ് ഷീ ഹാഡ് സ്റ്റഡീഡ് എന്ന് കൊടുത്തത്. ഷീ ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് സോ ഷീ പാസ്ഡ് ദ എക്സാം. ആൻഡ് വി ഹാഡ് ലിവ്ഡ് ഇൻ ഡൽഹി ബിഫോർ മൂവിങ് ടു കേരള. ഞങ്ങൾ കേരളയിലേക്ക് വന്നിരുന്നു മുമ്പ്, അല്ലേ? കേരളയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഡൽഹിയിലായിരുന്നു താമസിച്ചിരുന്നത്. ദെൻ കീവേഡ്സ് അല്ലെങ്കിൽ ടൈം മാർക്കേഴ്സ് എന്ന് പറയും. അതൊക്കെ നമുക്ക് ബിഫോർ വരാം, ആഫ്റ്റർ, ഓൾറെഡി, ബൈ ദ ടൈം, വെൻ. ഇതൊക്കെ നമ്മൾ മിക്കവാറും ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ കാണുന്ന കീവേഡ്സാണ്. ബിഫോർ, ആഫ്റ്റർ, ഓൾറെഡി, ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ. അത് എപ്പോഴും വരുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ്, വരാറുണ്ട്.
അപ്പോൾ ബിഫോർ എങ്ങനെ വരാറ്? വെൻ ഹി അറൈവ്ഡ് ദർ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ വരാം, അല്ലെങ്കിൽ ബിഫോർ വരാം, ആഫ്റ്റർ, ബൈ ദ ടൈം, വെൻ. ഇതൊക്കെ അതിനുള്ള കീവേഡ്സുകളാണ്. ഇതൊക്കെ കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം അത് ഇന്ന ടെൻസാണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING, ദെൻ ഒബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ടു ഷോ ദ ഡ്യൂറേഷൻ ഓഫ് എൻ ആക്ഷൻ ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. മുമ്പ് അതും തന്നെ രണ്ട് ആക്ഷന് മുമ്പ് നടന്ന ടൈമിൻ്റെ ആ ഡ്യൂറേഷനാണ് കാണിക്കുന്നത്. ആക്ഷന് പാസ്റ്റിൽ നടന്ന ആക്ഷൻസ് ആണ്, പാസ്റ്റിലൊരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടന്ന ആക്ഷനാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഡ്യൂറേഷൻ, അത് എത്രത്തോളം സമയം ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാനാണ്, ടൈം പീരീഡ് കാണിക്കാൻ കൂടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഷീ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours ബിഫോർ ഹെർ ഫ്രണ്ട്സ് അറൈവ്ഡ്. അവളുടെ ഫ്രണ്ട്സ് എത്തിച്ചേരുന്നതിന് മുൻപേ തന്നെ അവൾ ഏകദേശം 2 മണിക്കൂറോളം പഠിച്ചിരുന്നു. അതുപോലെ പ്രതാപ് ഹാഡ് ബീൻ ലിവിങ് ദർ ഫോർ 10 years. അവനവിടെ 10 വർഷത്തോളമായിട്ട് അവിടെ ജീവിച്ചിരുന്നു. അതുപോലെ പ്രേം നസീർ ഹാഡ് ബീൻ ആക്ടിങ് ഫോർ മോർ ദാൻ 30 years. അദ്ദേഹം ഏകദേശം 30 വർഷത്തിലേറെ അദ്ദേഹം ഇവിടെ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഒരു പാസ്റ്റിൽ ചെയ്തിരുന്ന ആക്ഷന് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു ഡ്യൂറേഷനും കൂടിയും ടൈം പീരീഡും കൂടി പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്.